വിക്ടോറിയ കോളേജിലെ കോളേജ് യൂണിയൻ ഇലക്ഷൻ 2025 ഒക്ടോബർ 9-ന് 9:30 AM മുതൽ 12:30 PM വരെ നടക്കും. ഇലക്ഷൻ കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്ന ബൂത്തുകളുടെ പട്ടിക പരിശോധിച്ച് നിങ്ങളുടെ ബൂത്ത് തിരിച്ചറിയാവുന്നതാണ്. പ്രസ്തുത വിവരം www.gvc.ac.in എന്ന കോളേജ് വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. പോളിംഗ് ബൂത്തിൽ എത്തുന്നതിനു മുൻപ് വോട്ടർ പട്ടിക പരിശോധിച്ച് പട്ടികയിലെ സീരിയൽ നമ്പർ നോക്കി വയ്ക്കുക. ബൂത്തിൽ എത്തുമ്പോൾ അത് പോളിംഗ് ഉദ്യോഗസ്ഥനെ അറിയിക്കുക. വോട്ടെടുപ്പ് ദിവസം ഇനി പറയുന്ന സാധുവായ ID കാർഡുകളിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായും കൊണ്ടുവരണം. 1. ടാബോട് കൂടിയ വിദ്യാർത്ഥി ID കാർഡ്. 2. നെക്ടോസ് ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്ത ID കാർഡ്. ഇതിൽ വകുപ്പ് മേധാവി ഒപ്പിടുകയും മേധാവിയുടെ സീൽ, വകുപ്പിന്റെ റൗണ്ട് സീൽ എന്നിവ പതിപ്പിച്ചിട്ടുമുണ്ടായിരിക്കണം. 3. സ്ഥാപനത്തിൽ ചേർന്നപ്പോൾ ലഭിച്ച പച്ച നിറത്തിലുള്ള ID കാർഡ്. ശ്രദ്ധിക്കുക, ID കാർഡ്, നിങ്ങളുടെ പേര്, ക്ലാസ് തുടങ്ങിയവ പരിശോധിക്കാൻ ആവശ്യമുള്ളതിനാൽ സാധുവായ ID കാർഡ് ഇല്ലാതെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. വോട്ടറെ തിരിച്ചറിഞ്ഞതിനു ശേഷം പോളിംഗ് ഉദ്യോഗസ്ഥൻ മാർക്ക്ഡ് കോപ്പിയിൽ വോട്ടറെ കൊണ്ട് ഒപ്പുവപ്പിക്കും. അതിനുശേഷം ബാലറ്റ് പേപ്പറുകൾ നൽകും. നിങ്ങൾക്ക് ലഭിച്ച ബാലറ്റ് പേപ്പറിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പം, ബാലറ്റ് പേപ്പറിന്റെ പുറകിൽ റിട്ടേണിംഗ് ഓഫീസറുടെ ഒപ്പം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ബാലറ്റ് പേപ്പർ ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കുന്നതിനു മുൻപ് എങ്ങനെ മടക്കണമെന്ന് പോളിംഗ് ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് കാണിച്ചുതരും. വോട്ട് ചെയ്തതിനു ശേഷം പോളിംഗ് ഉദ്യോഗസ്ഥൻ കാണിച്ചു തന്നതിൽ പ്രകാരമാണ് ബാലറ്റ് പേപ്പർ മടക്കേണ്ടത്. ബാലറ്റ് പേപ്പർ ലഭിച്ചതിനു ശേഷം വോട്ടിംഗ് ക്യൂബിക്കിളിലേക്ക് പോയി വോട്ട് ചെയ്യാവുന്നതാണ്. ബൂത്തിൽ ഒരു ആരോക്രോസ് മാർക്കും സ്റ്റാമ്പ് പാഡും ലഭ്യമായിരിക്കും. വോട്ട് രേഖപ്പെടുത്താൻ ലഭ്യമാക്കിയ ആരോക്രോസ് മാർക്ക് മാത്രം ഉപയോഗിക്കുക. എങ്ങനെ ശരിയായ വോട്ടിംഗ് നടത്താമെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം. അനിൽ, അങ്കിത എന്നിവർ ഒരേ പോസ്റ്റിലേക്ക് മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളാണെന്ന് കരുതുക. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു സാധു വോട്ടാണ്. കാരണം ഒരേ പോസ്റ്റിലേക്ക് മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളിൽ ഒരാൾക്ക് മാത്രമാണ് വോട്ട് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ആരോ ക്രോസ് മാർക്ക് 2 സ്ഥാനാർത്ഥികളുടെയും കോളത്തിൽ ഉൾപ്പെട്ട് കാണാം. പക്ഷേ ക്രോസ് മാർക്കിന്റെ സെന്റർ പോയിന്റ് അങ്കിത എന്ന സ്ഥാനാർത്ഥിയുടെ കോളത്തിലാണ് ഉള്ളത്. അതിനാൽ ഇത് ഒരു സാധു വോട്ടാണ്. ഇതൊരു അസാധു വോട്ടാണ്. കാരണം ഇതിൽ ഒരേ പോസ്റ്റിലേക്ക് മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികൾക്കും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അസാധു വോട്ടിന് മറ്റൊരു ഉദാഹരണം. ഇതിൽ ആരോക്രോസ് മാർക്കിന്റെ സെന്റർ പോയിന്റ് ഏത് സ്ഥാനാർത്ഥിയുടെ കോളത്തിലാണ് ഉള്ളത് എന്നത് വ്യക്തമല്ല. ഇതും ഒരു അസാധു വോട്ടാണ്. കാരണം ആരോക്രോസ് മാർക്കിന് പകരം പേന ഉപയോഗിച്ച് ടിക്ക് മാർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ആരോ ക്രോസ് മാർക്കിന് പകരം തമ്പ് ഇംപ്രഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇതൊരു അസാധു വോട്ടാണ്. ആരോക്രോസ് മാർക്കിന് പകരം ഇലക്ടർ അയാളുടെ ഒപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ വോട്ടും അസാധുവായി കണക്കാക്കപ്പെടും. ബാലറ്റ് പേപ്പറിൽ ഒരു പോസ്റ്റിലേക്ക് മത്സരിക്കുന്ന നോട്ട ഉൾപ്പെടെ ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതും അസാധു വോട്ടായി മാറുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ സ്ഥാനത്തിന് 2 വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടതാണ്. മറ്റെല്ലാ സ്ഥാനങ്ങൾക്കും ഒരു വോട്ട് മാത്രം രേഖപ്പെടുത്തുക. ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്ക് വോട്ടവകാശം വിനിയോഗിക്കുന്നതിനായി അതേ ബൂത്തിൽ വോട്ടവകാശമുള്ള ഒരാളെ സഹായിയായി ഉപയോഗിക്കാം. അതിനായി പ്രിസൈഡിംഗ് ഓഫീസറുടെ കയ്യിലുള്ള സത്യപ്രസ്താവന പൂരിപ്പിച്ചു നൽകേണ്ടതായിട്ടുണ്ട്. വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോട്ട് ചെയ്ത ശേഷം പോളിംഗ് ഉദ്യോഗസ്ഥൻ മുൻപ് കാണിച്ചു തന്നതിൻ പ്രകാരം ബാലറ്റ് മടക്കി സജ്ജീകരിച്ചു വച്ചിരിക്കുന്ന ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക. 12:30 PM വരെയാണ് വോട്ടിംഗ് സമയം. 12:30-ന് ക്യൂവിലുള്ള എല്ലാവർക്കും പോളിംഗ് ഉദ്യോഗസ്ഥർ ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കും. വിക്ടോറിയ കോളേജിന്റെ 2025-26 യൂണിയൻ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള ഈ ഇലക്ഷൻ നമുക്കൊരുമിച്ച് കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കാം.